ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ആരും കൊതിക്കുന്ന ഗജകേസരി യോഗം ഈ നക്ഷത്ര ജാതകർക്ക് വന്നെത്തുന്നു. നിങ്ങൾക്കിതുവരെ ഉണ്ടായിരുന്ന കടവും കഷ്ടപ്പാടും കണ്ണീരും ദുരിതവുമെല്ലാം പാടെ അവസാനിച്ച് മഹാഭാഗ്യ കൊടുമുടി കയറും. നിങ്ങളെ ഇതുവരെ തള്ളിപ്പറഞ്ഞ ആളുകൾ കാൽ ചുവട്ടിലെത്തും. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും രാജയോഗങ്ങൾ വന്നു ചേരണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാൾ പോലും ലോകത്തുണ്ടാവില്ല. വളരെയധികം കഷ്ടപ്പാടും ദുരിതങ്ങളും ഇവയെല്ലാം നിറഞ്ഞ ജീവിതത്തിൽ ഒരു മരുപ്പച്ച പോലെ വരുന്ന ഇത്തരം യോഗമാണ് പലരുടെയും പ്രതീക്ഷ. ഇത് പുതിയ വർഷമാണ്. എങ്കിലും ആദ്യത്തെ മാസം അവസാനിച്ചു. രണ്ടാമത്തെ മാസം ഇന്നു മുതൽ വന്നു ചേർന്നു. ഈ നക്ഷത്രക്കാരായ ആളുകൾക്ക് വളരെയധികം പ്രതീക്ഷയുടെ വകയുണ്ട്. താഴെ പറയുന്ന നക്ഷത്ര ജാതകരെ കാത്തിരിക്കുന്നത് ഗജകേസരി യോഗമാണ്. അതിന് കാരണമാകുന്നതാവട്ടെ വ്യാഴമാണ്. വ്യാഴം ഒരു വർഷത്തെ സമയമെടുത്താണ് സാധാരണയായി രാശി മാറുന്നത്. ഇക്കാരണത്താൽ വ്യാഴത്തിന് രാശി ചക്രം പൂർത്തീകരിക്കുവാൻ 12 വർഷത്തെ സമയമാണ് വേണ്ടത്. ഇക്കുറി വ്യാഴം ഇടവം രാശിയിലേക്ക് പ്രവേശിക്കുന്നു. അത് 12 വർഷത്തിന് ശേഷമാണ്. ഫെബ്രുവരി മാസത്തിൽ ചന്ദ്രനുമായി വ്യാഴത്തിൻ്റെ സംയോജനം ഉണ്ടാകുകയും അതിലൂടെ ഗജകേസരി യോഗം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. ഇതൊരു സാധാരണ രാജയോഗമല്ല. കാര്യമായ സാമ്പത്തിക നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയുമൊക്കെ ഈ യോഗത്തിലൂടെ ഈ നക്ഷത്ര ജാതകരെ തേടിയെത്തും. ഇനി ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഈ ഗജകേസരി യോഗത്തിലൂടെ ധനനേട്ടവും കുടുംബാഭിവൃദ്ധിയും വന്നു ചേരുന്നത് എന്ന് നോക്കാം. ആദ്യം മകം നക്ഷത്ര ജാതകരാണ്. മകം നക്ഷത്രക്കാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങളാണ് ഫലമായി വന്നു ചേരുക. സർവ്വ ഐശ്വര്യവും ഭാഗ്യവും ഇവർക്ക് പറയാവുന്ന ദിവസങ്ങളാണ്. നിങ്ങളുടെ കുടുംബത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും ഫലമായി വന്നു ചേരും. വളരെയധികം കഷ്ടപ്പാടും ദുരിതങ്ങളും ആവോളം അനുഭവിച്ച നക്ഷത്രക്കാരാണ് മകം നക്ഷത്രക്കാർ. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ പലപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിനാൽ മാറ്റിവെക്കേണ്ട അവസ്ഥ പോലും ഈ നക്ഷത്രക്കാർക്കുണ്ടായിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച ജോലി ലഭിക്കാത്തതും ജോലിയിൽ നിന്നും വിചാരിച്ചത്ര ശമ്പളം ലഭിക്കാത്തതും മാനസിക വിഷമങ്ങൾ ഈ നക്ഷത്രക്കാരെ നിരന്തരം വേട്ടയാടുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഈ ദുരിതങ്ങളിൽ നിന്നും ആശ്വാസം നൽകുന്ന രാജയോഗമാണ് വന്നെത്തിയിരിക്കുന്നത്. ഇന്നു മുതൽ ഇനി 30 ദിവസത്തിനുള്ളിൽ രാജയോഗത്തിൻ്റെ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കും. അതിനാൽ തന്നെ ഇനി വരുന്ന 2 ആഴ്ച സമയത്തിൽ പുതിയ ജോലി നോക്കുന്നത് വളരെയധികം നല്ലതാണ്. ആഗ്രഹിച്ച രീതിയിലുള്ള ശമ്പളം ലഭിക്കുന്ന ജോലി ലഭിക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് യോഗം സിദ്ധിക്കുന്നതാണ്. സാമ്പത്തിക ബാധ്യതകൾ എല്ലാം കുറയുന്നതാണ്. ബിസിനസ് ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്കുചിതമായ സമയം തെളിഞ്ഞു കഴിഞ്ഞു. മാനസിക വിഷമങ്ങൾ കുറയുകയും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വന്നെത്തുന്നതാണ്. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലും ഈ സന്തോഷം കടന്നെത്തും. വിദ്യാർത്ഥികളായ ആളുകൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അകന്നു കിട്ടും. നിങ്ങൾക്കിനി പഠനത്തിൽ വളരെയധികം ശോഭിക്കുവാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ മേലധികാരികളുടെ അധിക പ്രീതി സമ്പാദിക്കും. വരുമാനത്തിൽ വളരെയധികം വർധനവുണ്ടാകുന്നതാണ്. നിങ്ങളുടെ മനസ്സിൽ നിലനിന്നിരുന്ന ആഗ്രഹങ്ങളെല്ലാം ഓരോന്നോരോന്നായി സാധിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും അവസാനിക്കും. നിങ്ങളുടെ പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതാണ്. സർക്കാർ ജീവനക്കാരായ ആളുകൾക്ക് ഉദ്യോഗ കയറ്റം ലഭിക്കും. ശിവഭജനം നടത്തുക. സർപ്പപ്രീതി വരുത്തുന്നത് മൂലം വളരെയധികം സൗഭാഗ്യങ്ങൾ ഇരട്ടിയായി നിങ്ങൾക്ക് വന്നു ചേരും. അടുത്തത് പൂരം നക്ഷത്രക്കാരാണ്. പൂരം നക്ഷത്ര ജാതകർക്ക്
ഈ ഫെബ്രുവരി മാസത്തിൽ സകല സൗഭാഗ്യങ്ങളും ഐശ്വര്യവും ഇവർക്ക് ഫലമായി വന്നുചേരും. പൂരം നക്ഷത്ര ജാതകർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ മാനസിക വിഷമങ്ങളും അകലുന്നതാണ്. തെറ്റുകൾ ക്ഷമിക്കപ്പെടും. നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നും അനുഗ്രഹ വാക്കുകൾ കേൾക്കുവാനുള്ള യോഗം ലഭിക്കുന്നതാണ്. ഇതുവരെ നിങ്ങൾക്കുണ്ടായിരുന്ന എല്ലാവിധ സാമ്പത്തികമായ പ്രശ്നങ്ങളും നിങ്ങളിൽ നിന്നും അകന്നു മാറും. വരുമാനം വർദ്ധിപ്പിക്കുവാനുള്ള മാർഗങ്ങൾ നിങ്ങളിൽ തെളിയുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിച്ച എല്ലാവിധ കാര്യങ്ങളും നേടിയെടുക്കുവാനുള്ള അവസരം നിങ്ങളിൽ വന്നെത്തും. സാമ്പത്തികമായ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അകന്നു മാറും. സമാധാനവും സന്തോഷവും നിറഞ്ഞ ദാമ്പത്യ ജീവിതം നിങ്ങളിൽ വന്നു ചേരും. നിങ്ങളുടെ മനസ്സിനെ ഏകാഗ്രതയോടെ നിയന്ത്രിക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതുവരെ തടസ്സപ്പെട്ട് കിടന്നിരുന്ന എല്ലാവിധ കാര്യങ്ങളിലും വളരെയധികം പുരോഗതി ഉണ്ടാകും. നടപ്പാക്കുവാൻ കഴിയില്ല എന്ന് കരുതിയിരുന്ന നിങ്ങളുടെ പല കാര്യങ്ങളും അപ്രതീക്ഷിതമായി സാധ്യമാകുന്ന കാലമാണ്. ആരോഗ്യപരമായ ചില വിഷമതകൾ ഇടയ്ക്കിടെ അനുഭവിക്കേണ്ടി വരും. പ്രത്യേകിച്ച് ജീവിതശൈലീ രോഗങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട്. വിദേശ യാത്രയ്ക്ക് യോഗം സിദ്ധിക്കുന്നതാണ്. ഓഹരി വിപണി, ഊഹക്കച്ചവടം എന്നിവയിലൂടെ നിങ്ങൾക്ക് അപ്രതീക്ഷിത ധനനേട്ടമുണ്ടാകും. തിരക്കു പിടിച്ച തീരുമാനങ്ങൾ വഴി ധനനഷ്ടത്തിനും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികളായ ആളുകൾക്ക് തൊഴിൽ ദാതാക്കൾ വഴി നേരിട്ട് ജോലി ലഭിക്കുന്നതാണ്. ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ച് ദോഷശാന്തി കൈവരുത്തുന്നത് മൂലം വളരെയധികം ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ്. ഉത്രം നക്ഷത്ര ജാതകർക്ക് വളരെയധികം ഭാഗ്യങ്ങളും സർവ്വ ഐശ്വര്യവും ഇനി വന്നു ചേരും. നിങ്ങൾ സ്വപ്നം കണ്ട, അതുമല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം യാതൊരുവിധ ബുദ്ധിമുട്ടുകളും കൂടാതെ നടന്നു കിട്ടുന്നതാണ്. അതായത് സർവ്വ ഐശ്വര്യവും ഭാഗ്യവും നിങ്ങൾക്ക് ഫലമായി പറയാവുന്ന ദിവസങ്ങളാണ് വന്നെത്തിയിരിക്കുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ രോഗാതി ദുരിതങ്ങൾക്കും അറുതി ഉണ്ടാകുന്നതാണ്. ടെക്നിക്കൽ മേഖലയിൽ പഠനം നടത്തുക, ജോലി ലഭിക്കുക എന്നിവയുണ്ടാകും. പ്രണയബന്ധങ്ങൾ നിങ്ങളുടെ വിവാഹത്തിൽ എത്തുന്നതാണ്. നിങ്ങളുടെ വീട് നിർമ്മാണത്തിൽ നിലനിന്നിരുന്ന അവിചാരിതമായ എല്ലാവിധ തടസ്സങ്ങളും നീങ്ങിക്കിട്ടും. വിലപിടിപ്പുള്ള ആഭരണങ്ങൾ, ഉപകരണങ്ങൾ എന്നിവ മോഷണം പോകുവാൻ ഇടയുള്ള കാലമായതിനാൽ ഇവയിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഉത്തമമാണ്. കൂടാതെ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങളുടെ ബിസിനസ്സിലെ നേട്ടങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുകയും ചെയ്യും. സർക്കാർ ജോലിയിലിരിക്കുന്ന ആളുകൾക്ക് സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ തൊഴിൽ അന്വേഷിക്കുന്ന ആളുകൾക്ക് അതിന് ഏറ്റവും അനുകൂലമായ സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സാമ്പത്തിക ലാഭം നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയും. കൂടാതെ തന്നെ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ തിരിഞ്ഞു നോക്കാൻ ആവാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ വളരെയധികം പുരോഗതിയിലേക്ക് കുതിക്കുന്നതാണ്. ഒരു ലോട്ടറി എടുത്താൽ പോലും അടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നു ചേരും. അത്രയധികം ഭാഗ്യവും കടാക്ഷങ്ങളും നിങ്ങളെ തേടിയെത്തുന്ന ദിവസങ്ങളാണ്. അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ്. അനിഴം നക്ഷത്ര ജാതകർക്ക് ഈ പുതിയ മാസം നല്ല ഫലങ്ങൾ സമ്മാനിക്കും. ഐശ്വര്യവും ഭാഗ്യവും ഇവർക്ക് ഫലമായി പറയാവുന്നതാണ്. സാമ്പത്തിക ഉന്നതിയും കുടുംബത്തിൽ അഭിവൃദ്ധിയുമെല്ലാം ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും. ഗജകേസരി യോഗത്താൽ അനിഴം നക്ഷത്ര ജാതകർക്ക് ഗുണപ്രദമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. സാമ്പത്തിക സ്ഥിതിയിൽ പ്രതീക്ഷിക്കാത്ത അത്ര ഉയരത്തിലേക്ക് നിങ്ങൾ കുതിക്കുന്നതാണ്. നിങ്ങളുടെ കടങ്ങളെല്ലാം വീട്ടുന്നതിനും സാമ്പത്തിക സ്ഥിരത നിലനിർത്തുന്നതിനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുവഴി നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും. ജീവിതത്തിലെ പുരോഗതി വളരെയധികം നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ബിസിനസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിതിനുള്ള നിരവധി അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മികച്ച ലാഭവും വന്നു ചേരും. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. വരുമാനം വർദ്ധിക്കും എന്നത് തന്നെയാണ് നിങ്ങൾക്കുള്ള മികച്ച കാര്യം.
അകന്നു കഴിഞ്ഞിരുന്ന നിങ്ങളുടെ ബന്ധുക്കൾ തിരികെ എത്തും. അതുപോലെ തന്നെ വിവാഹമോചനം വരെ എത്തിയ തർക്കങ്ങളെല്ലാം രമ്യമായി പരിഹരിച്ച് ദമ്പതികൾ ഒന്നു ചേരുന്നതാണ്. ശാരീരികമായി നിലനിന്നിരുന്ന എല്ലാവിധ അവശതകളും അകന്നു കിട്ടും. ഭൂമിയിൽ നിന്നോ കാർഷിക മേഖലയിൽ നിന്നോ ധനലാഭം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അശ്രദ്ധ മൂലം ധനനഷ്ടം സംഭവിക്കാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. രോഗാദി ദുരിതങ്ങളിൽ നിന്നുള്ള മോചനം നിങ്ങളുടെ മനസ്സിന് വളരെയധികം ആശ്വാസം നൽകും. നവഗ്രഹ പ്രീതി വരുത്തി ദോഷഫലങ്ങൾ നിങ്ങൾക്ക് കുറയ്ക്കാവുന്നതാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ്. തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് ഫെബ്രുവരി മാസം വളരെയധികം സൗഭാഗ്യങ്ങളുടെ മാസമാണ്. സകല ഐശ്വര്യവും അഭിവൃദ്ധിയും നിങ്ങൾക്ക് ഫലമായി വന്നുചേരും. ആഗ്രഹ സാഫല്യവും സാമ്പത്തിക ഭദ്രതയും നിങ്ങൾക്ക് ഫലമായി പറയാവുന്നതാണ്. ഗജകേസരി യോഗത്താൽ നിങ്ങൾക്ക് സർവ്വ സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടാകും. നിങ്ങളുടെ കുടുംബത്തിലെ മുതിർന്ന ആളുകളുടെ പിന്തുണ എല്ലാ കാര്യങ്ങളിലും ലഭിക്കുന്നതാണ്. ദീർഘദൂര യാത്ര അല്ലെങ്കിൽ അന്താരാഷ്ട്ര യാത്രകൾ വേണ്ടിവരും. ഇത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് സഹായകരമാകുന്നതാണ്. ഈ കാലയളവ് വ്യാപാരികളായ ആളുകൾക്ക് വളരെയധികം അനുകൂലമാണ്. പുതിയ ഓർഡറുകൾ ലഭിക്കുന്നതിനുള്ള ശക്തമായ സാധ്യതയുണ്ട്. സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത് കൂടുതൽ സമ്പാദിക്കുവാൻ സഹായകരമാകും. കുടുംബജീവിതം സന്തോഷത്താൽ അലയടിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ വാക്കുകളെ നിങ്ങൾക്ക് വിലമതിക്കുവാൻ സാധിക്കും. ഇത് ബന്ധങ്ങളുടെ ദൃഢത വളരെയധികം ഉറപ്പാക്കും. മാനസികമായ ബലവർദ്ധനവിലൂടെ കാര്യപുരോഗതി കൈവരിക്കും. ബന്ധുഗുണം വർദ്ധിച്ചു നിൽക്കുന്ന കാലമാണ്. ബന്ധുജന സഹായം എല്ലാ കാര്യത്തിലും ലഭിക്കും. തൊഴിലിൽ ലാഭം, വിവാഹ ലാഭം എന്നിവയുണ്ടാകുന്നതാണ്. ആശ്രയിച്ചു നിൽക്കുന്നവരിൽ നിന്നും മികച്ച പിന്തുണ കൈവരും. ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം സൗഖ്യം കൈവരുന്നതാണ്. നിങ്ങളുടെ ഇരുചക്ര വാഹനം മാറ്റി വാങ്ങുവാനുള്ള യോഗമുണ്ട്. ഗൃഹനിർമ്മാണത്തിന് ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന ആളുകൾക്ക് ആഗ്രഹ സാഫല്യമുണ്ടാകും. പണി പൂർത്തിയാക്കിയ വീടുകൾ വാങ്ങുവാൻ, അതുമല്ലെങ്കിൽ ഫ്ലാറ്റുകൾ വാങ്ങുവാൻ എന്നീ യോഗങ്ങളുണ്ട്. കടങ്ങൾ വീട്ടുവാനും പണയ ഉരുപ്പടികൾ തിരിച്ചെടുക്കുവാനും സാധിക്കുന്നതാണ്. ഗുണവർദ്ധനവിന് വേണ്ടി മഹാവിഷ്ണു ഭജനം നടത്തുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് പൂരാടം നക്ഷത്ര ജാതകരാണ്. പൂരാടം നക്ഷത്ര ജാതകർക്ക് ഈ രാജയോഗത്താൽ ധനഭാഗ്യവും കുടുംബ ഐശ്വര്യവും ഫലമായി പറയാവുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വളരെയധികം വർദ്ധിക്കും. സർവ്വ ഐശ്വര്യവും നിങ്ങളുടെ കുടുംബത്തിൽ വന്നുചേരും. നിങ്ങൾ സ്വപ്നം കണ്ട, അതുമല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടന്നു കിട്ടും. സർവ്വ ഐശ്വര്യം നിങ്ങൾക്ക് ഫലമായി പറയാവുന്നതാണ്. നിങ്ങൾക്ക് ആത്മീയതയും സാമ്പത്തിക ശ്രമങ്ങളും ഉൾപ്പെടെ വിവിധ മേഖലയിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. കരിയറിൽ വളരെയധികം നേട്ടങ്ങൾ സമ്മാനിക്കും. ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ബിസിനസ്സിൽ, പ്രത്യേകിച്ച് ഓഹരി വിപണിയിലും വ്യാപാര മേഖലയിലും വലിയ ലാഭം വന്നുചേരും. കൂടാതെ തന്നെ വളർച്ചയ്ക്കുള്ള പുതിയ അവസരങ്ങളും നിങ്ങൾക്ക് വന്നുചേരും. സാമ്പത്തിക നേട്ടങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാ രീതിയിലും അനുകൂലമായി വരുന്ന കാലമാണ്. സമ്പാദ്യം വളരെയധികം വർദ്ധിക്കും. കുടുംബജീവിതത്തിൽ നിങ്ങളുടെ പങ്കാളിയുടെ തുറന്ന സംസാരവും ആശയവിനിമയവും നിങ്ങളുടെ ബന്ധം വളരെയധികം ശക്തിപ്പെടുത്തും. തന്മൂലം ജീവിതത്തിൽ വളരെയധികം സന്തോഷം വർദ്ധിക്കുന്നതാണ്. ശാരീരികമായും മാനസികമായും ഈ കാലയളവിൽ വളരെയധികം വർധനവുണ്ടാകും. ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിക്കുന്ന കാലം കൂടിയാണ്. ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ വന്നു ചേരും. തൊഴിൽപരമായി വളരെയധികം നേട്ടം കൊയ്യുവാൻ സാധിക്കും. താൽക്കാലിക ജോലിയിൽ നിങ്ങൾ സ്ഥിരപ്പെടുന്നതാണ്. ഉന്നത സ്ഥാനീയരായ ആളുകളുമായി മികച്ച ബന്ധം സ്ഥാപിക്കുവാൻ സാധിക്കുന്നതാണ്. യാത്രകൾ വഴി നേട്ടങ്ങൾ കൈവരും. നിങ്ങളുടെ മേലധികാരികളുടെ പ്രീതി സമ്പാദിക്കുവാൻ സാധിക്കും. ആരോഗ്യപരമായി ഇതുവരെ നിലനിന്നിരുന്ന എല്ലാവിധ വിഷമതകളും ശമിക്കുന്നതാണ്. കുടുംബത്തോടൊപ്പം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യം സിദ്ധിക്കുന്നതാണ്. വിദേശത്തു നിന്നും നാട്ടിൽ തിരിച്ചെത്തുവാൻ സാധിക്കും.
സുഹൃത്ത് ഉണ്ടാകുന്നതാണ്. പൈതൃക സ്വത്ത് നിങ്ങളുടെ അനുഭവത്തിൽ വന്നെത്തും. ഭവന നവീകരണത്തിനുള്ള പണം ചെലവഴിക്കപ്പെടും. പണമിടപാടുകളിൽ വളരെയധികം കൃത്യത പുലർത്തേണ്ടതാണ്. അടുത്ത സുഹൃത്തുക്കളിൽ നിന്നും വളരെയധികം സഹായം പ്രതീക്ഷിക്കാം. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി മഹാവിഷ്ണു ഭജനം നടത്തുന്നതും വളരെയധികം ഉത്തമമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.